നമസ്കാരം. മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് സദ്യ. എങ്കിൽ ഈ സദ്യയുടെ കറികൾ വിളമ്പേണ്ട ക്രമങ്ങൾ എല്ലാവർക്കും അറിയില്ല. അത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഇലയിട്ടിരിക്കുന്നത് ഊണ് കഴിക്കുന്ന ആളിൻ്റെ ലെഫ്റ്റ് സൈഡിന് ഇടത്തെ സൈഡിന് തൂശം വരത്തക്ക രീതിയിലാണ്. ഞാൻ ഇവിടെ നിന്നാണ് വിളമ്പുന്നത്. വിളമ്പി തുടങ്ങിയാണ്. വെള്ളം കഴിഞ്ഞ് ഉപ്പേരി ശർക്കര വരട്ടി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് ചിപ്സ് അല്ലെങ്കിൽ നാലുപ്പേരി, അത് കഴിഞ്ഞിട്ട് പഴം, പപ്പടം, അത് കഴിഞ്ഞിട്ട് നമ്മൾ വിളമ്പുന്നത് ഇഞ്ചി വിളമ്പുന്നത് ഈ ഇടത്തെ സൈഡിൽ. നാരങ്ങ അച്ചാർ, അതിനുശേഷം മാങ്ങ, കിച്ചടി, ക്രമത്തിന് അടുത്തത് ഓലൻ, അത് കഴിഞ്ഞ് തോരൻ, അതിനുശേഷം പച്ചടി, കൂട്ടുകറി, അവിയൽ നമ്മുടെ ഏത് ഇലയുടെയും വലത്തെ അറ്റം മുകളിലായിട്ടാണ് വിളമ്പുന്നത്. കഴിഞ്ഞ് പരിപ്പ് വലത്തെ സൈഡിൽ. പല രീതിയിൽ പല സ്ഥലങ്ങളിലും ചിലർക്ക് ചോറിൻ്റെ പുറകെ ആയിരിക്കും, ചിലയിടത്ത് റൈറ്റ് സൈഡിൽ വിളമ്പി വയ്ക്കും നമ്മൾ പരിപ്പ്. ഇത്രയുമാണ് നമ്മൾ ആദ്യം വിളമ്പുന്നത്. ഇനി ഇതിന് ശേഷം ചോറ്. ചോറ് കഴിഞ്ഞിട്ട് നമുക്ക് സാമ്പാർ. പരിപ്പ് കൂട്ടി കഴിച്ച് കഴിയുമ്പോഴത്തേക്കും സാമ്പാർ. സാമ്പാർ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും കാളൻ. സാമ്പാർ കൂട്ടി കഴിയുമ്പോഴത്തേക്കും കാളൻ കഴിഞ്ഞു. അപ്പോൾ പായസം. ഫസ്റ്റ് പായസം നമ്മളുടെ പരിപ്പ് വിളമ്പണം. പരിപ്പ് പായസം കൂട്ടി കഴിച്ച് കഴിഞ്ഞു. ഉടൻ പാലട. അടുത്തത് നമ്മുടെ പാലട വിളമ്പണം. പാലട കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രസം, മോര്. രസം വേണ്ടവർക്ക് രസം, മോര് വേണ്ടവർക്ക് മോര്. അത് കയ്യിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ കൊടുക്കാം. രസം പച്ചമോര്. ഇതാണ് നമ്മുടെ സദ്യ വിളമ്പേണ്ട ക്രമം, കറികൾ വിളമ്പേണ്ട ക്രമം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക.